നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 2019 സ്കീമിലെ KCL ആണ്, അതായത് കിർഷോഫ് കറന്റ് ലോ KCL. സോ നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ കാണാം. കിർഷോഫ് കറന്റ് ലോ എന്താണെന്ന് നമ്മൾ +2 ലെവലിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ കറണ്ട് അറൗണ്ട് എ നോഡ് ഈസ് 0. ഒരു നോഡിന് അറൗണ്ട് ആയിട്ടുള്ള, അതായത് ചുറ്റുമുള്ള കറണ്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 0 ആണ് കിട്ടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യാം, സം ഓഫ് കറണ്ട് എൻ്ററിങ് ദ നോഡ് ഇസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിങ് ദ നോഡ്. സോ നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ബോർഡിൽ അതിൻ്റെ ഒരു പടം വരയ്ക്കാം, അത് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം. ഇതൊരു ബ്രാഞ്ച്, ഇത് മറ്റൊരു ബ്രാഞ്ച്, ഇത് വേറൊരു ബ്രാഞ്ച്. സോ ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2, ബ്രാഞ്ച് 3. അപ്പോൾ ഇവരെല്ലാം കണക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? നമ്മുടെ നോഡ്. സോ ഇതാണ് നമ്മുടെ നോഡ്, ഇത് നമ്മുടെ ബ്രാഞ്ച്. ഓക്കെ. സോ നമ്മൾ ചെയ്യേണ്ടത്, ഈ നോഡിലോട്ട്, ഈ ബ്രാഞ്ചിൽ നിന്ന് നോഡിലോട്ട് കറണ്ട് എൻ്റർ ചെയ്യണമെന്ന് അസ്യൂം ചെയ്യുക, I1. ഈ നോഡിൽ നിന്ന് ലീവ് ചെയ്യാണ് ഈ ബ്രാഞ്ചിലെ കറണ്ട് I2. ഈ നോഡിലോട്ട് എൻ്റർ ചെയ്യാണ് I3 എന്ന് അസ്യൂം ചെയ്യുക. എന്താണ്? I1 നോഡിലോട്ട് എൻ്റർ ചെയ്യാണ്, I3 നോഡിലോട്ട് എൻ്റർ ചെയ്യാണ്, I2 നോഡിൽ നിന്ന് ലീവ് ചെയ്യാണ്. സോ ഫസ്റ്റ് ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഡെഫിനിഷൻ പറയുന്നത് ടോട്ടൽ കറണ്ട് അറൗണ്ട് എ നോഡ് ഈസ് 0. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോഡ് എന്തെന്ന് പഠിച്ചു. നോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചസ് കണക്ട് ചെയ്യുന്നൊരു പോയിന്റാണ് നോഡ്. നോഡിനെ നമ്മൾ ജംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. അതൊരു എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നോഡിനെ നമ്മൾ ജംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. സോ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് അറൗണ്ട് എ നോഡ് ഈസ് 0. അതായത് ഒരു നോഡിന് ചുറ്റുമുള്ള കറണ്ട് നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 ആണ് കിട്ടാൻ പോകുന്നത്. സോ ഇവിടെ അസ്യൂം ചെയ്യേണ്ടത്, നോഡിലോട്ട് എൻ്റർ ചെയ്യുന്ന ഡയറക്ഷന് നമ്മൾ പോസിറ്റീവ് എന്ന് കൊടുക്കണം, നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന ഡയറക്ഷന് നമ്മൾ നെഗറ്റീവ് എന്ന് കൊടുക്കണം. എന്താണ്? നോഡിലോട്ട് എൻ്റർ ചെയ്യണ കറണ്ടിന് നമ്മൾ പോസിറ്റീവ് എന്ന്, നോഡിൽ നിന്ന് ലീവ് ചെയ്യണ കറണ്ടിന് നെഗറ്റീവ് എന്ന് കൊടുക്കണം. സോ I1 നോഡിലോട്ട് എൻ്റർ ചെയ്യണം, സോ I1. I3 നോഡിലോട്ട് എൻ്റർ ചെയ്യണം, പ്ലസ് I3. I2 നോഡിൽ നിന്ന് ലീവ് ചെയ്യണം, -I2 ഇസ് ഈക്വൽ ടു 0. എന്താണ്? ഒരു നോഡിന് ചുറ്റുമുള്ള കറണ്ട് എന്ന് പറയുന്നത് 0 ആണ് സം എടുത്തു കഴിഞ്ഞാൽ. സോ I1 എൻ്റർ ചെയ്യണം, പ്ലസ് I3 എൻ്റർ ചെയ്യണം, പ്ലസ് I2 ലീവ് ചെയ്യണം, മൈനസ് ഇസ് ഈക്വൽ ടു 0. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ കറണ്ട് അറൗണ്ട് ദ നോഡ് ഈസ് 0. ഓർ നമ്മുടെ രണ്ടാമത്തെ ഡെഫിനിഷൻ വെച്ച് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ -I അപ്പുറത്ത് എടുക്കുമ്പോൾ എന്ത് വരും? I1 പ്ലസ് I3 ഇസ് ഈക്വൽ ടു I2 എന്ന് വരും. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? I1 I3 എന്താണ്? എൻ്ററിങ് ദ നോഡാണ്. I2 എന്താണ്? ലീവിങ് ദ നോഡാണ്. സോ സം ഓഫ് കറണ്ട് എൻ്ററിങ് ദ നോഡ് ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിങ് ദ നോഡ്. അപ്പോൾ രണ്ട് ഇതിൽ വെച്ച് നമ്മൾ കണക്ട് ചെയ്തു. ഒന്ന്, ടോട്ടൽ കറണ്ട് അറൗണ്ട് എ നോഡ് ഈസ് 0. ഇല്ല എങ്കിൽ സം ഓഫ് കറണ്ട് എൻ്ററിങ് ദ നോഡ് ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിങ് ദ നോഡ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു റോഡ് വിചാരിക്കുക, ഒരു റോഡ്. അപ്പോൾ പല റോഡുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തിനെയല്ല നമ്മൾ എന്തെന്ന് പറയുന്നത്? ജംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ജംഗ്ഷൻ്റെ കൺസെപ്റ്റ് വന്നത്. എങ്ങനെയാണ് ജംഗ്ഷൻ്റെ കൺസെപ്റ്റ് വന്നത്? അതായത് നമ്മുടെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനിൽ നമ്മുടെ റോഡ്, പല റോഡുകൾ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് ഒരു കാർ വരുന്നുണ്ട്, ഇവിടെ നിന്നും ഒരു കാർ വരുന്നുണ്ട്, എന്നിട്ട് ആ കാറുകളെല്ലാം കൂടെ ഈ റോഡിലോട്ട് പോവുകയാണ്. അതായത് ഇവിടെ നിന്നൊരു കാർ വരുന്നുണ്ട്, ഇവിടെ നിന്നൊരു കാർ വരുന്നുണ്ട്, ആ കാറെല്ലാം കൂടെ ഈ റോഡിലോട്ട് പോവുകയാണ്. സോ എന്താണ്? ഇത് പാത്ത് 1 എന്ന് കൊടുക്കുക, ഇത് പാത്ത് 2 എന്ന് കൊടുക്കുക, ഇത് പാത്ത് 3. സോ പാത്ത് 1ലെ കാറും പാത്ത് 2ലെ കാറും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? പാത്ത് 3ലെ കാർ കിട്ടിയില്ലേ? ഇതേ കൺസെപ്റ്റാണ് KCL. സോ ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ വെച്ച് കണക്ട് ചെയ്തു. അതായത് ജംഗ്ഷൻ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. റിയൽ ലൈഫിൽ റോഡ്സ് മീറ്റ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ പാത്ത് 1ൽ നിന്ന് നമ്മളൊരു എന്തായാലും റോഡ് 1ൽ നിന്ന് ഒരു കാർ വരുന്നു, റോഡ് 2ൽ നിന്ന് മറ്റൊരു കാർ വരുന്നു, അതെല്ലാം കൂടെ റോഡ് 3ലോട്ട് കയറുകയാണ്. സോ റോഡ് 1ലെ കാറും റോഡ് 2ലെ കാറും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? റോഡ് 3ലെ കാർ കിട്ടും. ഇതേ കൺസെപ്റ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ഇനി രണ്ടാമത് പറയാനുള്ളത്, നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ബ്രാഞ്ച് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് നോഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച്. സോ ഇത് ബേസിക് ടെർമിനോളജിയിൽ വരുന്ന കാര്യമാണ്. നമ്മുടെ ഈ ടേംസൊക്കെ ആക്ച്വലി ഒരു ട്രീയുടെ കൺസെപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. കാരണം നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്?
ഇതൊരു മെയിൻ നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൽ കൂടെ ഇങ്ങനെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത് പോകും. നിങ്ങൾ KVL പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മെഷ് തന്നെ ഒരു എക്സാമ്പിളാണ്. ഇങ്ങനെ ബ്രോഡറായിട്ട് പോകുന്നുണ്ട്. അതേപോലെ ഇവിടെ ബ്രോഡറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പല ബ്രാഞ്ചസും ഉണ്ട്, പല നോഡ്സും ഉണ്ട്. അപ്പോൾ ഒരു ട്രീയുടെ കൺസെപ്റ്റാണ് ആക്ച്വലി നമ്മൾ ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ബ്രാഞ്ചസ്, നോഡ്സ് അങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം വരുന്നത്. സോ KCLനെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ നമുക്കിപ്പോൾ കിട്ടി. എന്താണ് KCLനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടോട്ടൽ കറണ്ട് അറൗണ്ട് എ നോഡ് ഈസ് 0. ഒരു നോഡിന് ചുറ്റുമുള്ള കറണ്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടത്തുള്ളൂ. എന്താണ് നോഡ്? ഇന്റർ കണക്ഷൻ ഓഫ് ഓൾ ദീസ് ബ്രാഞ്ചസ് ഗീവ്സ് ദ നോഡ്. ഇനി അടുത്തത് ഇല്ലെങ്കിൽ എങ്ങനെ പറയും? സം ഓഫ് കറണ്ട് എൻറ്ററിങ് ദ നോഡ് ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിങ് ദ നോഡ്. സോ നമുക്കിനി സ്ക്രീനിൽ കാണാം, ഇവിടെ 2 ബാറ്ററീസ് ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതതിൻ്റെ പോസിറ്റീവ് എൻഡ്, ഇതതിൻ്റെ നെഗറ്റീവ് എൻഡ്. ഇതതിൻ്റെ പോസിറ്റീവ് എൻഡ്, ഇതതിൻ്റെ നെഗറ്റീവ് എൻഡ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ ബാറ്ററി എന്തുകൊണ്ടാണ് നമ്മൾ റിമോട്ടിൽ ഇങ്ങനത്തെ ഷേപ്പിൽ വയ്ക്കുന്നത്? അതായത് ഇൻവേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലാതെ സെയിം ആയിട്ട് വയ്ക്കുന്നില്ല. സോ ഞാൻ സെയിം ആയിട്ടുള്ള പടം കൂടെ വരയ്ക്കാം. ഞാൻ അപ്പോൾ സെയിം ആയിട്ടുള്ള പടവും കൂടെ വരയ്ക്കുകയാണ്. നമ്മുടെ ബാറ്ററി എന്തുകൊണ്ട് ഇങ്ങനെ വയ്ക്കാതെ ഇങ്ങനെ വയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വോൾട്ടേജസ് തമ്മിൽ ആഡപ്പ് ചെയ്യാനാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മളെ ബാറ്ററീസ് ഇങ്ങനെ വയ്ക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ബാറ്ററീസിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ട് 3 വോൾട്ട് 3 വോൾട്ട് 3 വോൾട്ട്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കൺസെപ്റ്റാണ്. 3 - 3 എന്താണ്? 0 ആണെന്ന് നമുക്കറിയാം. വാട്ട് ഈസ് 3 - 3? 3 - 3 ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ മീനിങ് എന്താണ്? 3 + -3 ഈസ് ഈക്വൽ ടു 0. എന്താണ്? 3 + -3 ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് ഞാനൊരു സർക്യൂട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, സർക്യൂട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പം നമുക്കറിയാം സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ അതിൽ കൂടെ എന്ത് പോവും? കറണ്ട് പോവും, ശരിയല്ലേ? സോ അത് കറണ്ടിന് നമ്മൾ I ആണെന്ന് വിചാരിക്കുക. സോ ശ്രദ്ധിക്കുക, കറണ്ടിൻ്റെ I ബാറ്ററിയുടെ ഏത് എൻഡിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്? പോസിറ്റീവ് എൻഡിലല്ലേ. സോ +3. കാര്യം മനസ്സിലായോ? നമ്മൾ ബാറ്ററിയിൽ ആക്ച്വലി എന്താണ്, ഒരു റിമോട്ടിൽ ഒരു സർക്യൂട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ആ സർക്യൂട്ടാണ് ഇതാ ഇവിടെ ഞാൻ വരച്ചു തരാം. ആ സർക്യൂട്ട് ഓക്കെ, ഇവിടെ ആ കറണ്ട് പോവുകയാണ്. ഞാൻ ഫസ്റ്റ് ഈ ഒരു സർക്യൂട്ട് പറയാൻ പോവുകയാണ്. അപ്പോൾ ആ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആദ്യം ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കയറുകയാണ്. പിന്നെ ബാറ്ററിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ബാറ്ററിയുടെ എങ്ങോട്ട് കയറുകയാണ്? അടുത്ത ബാറ്ററിയുടെ പോസിറ്റീവിൽ കയറുകയാണ്. സോ 3 + 3 = 6. സോ ആ സർക്യൂട്ടിൽ എന്തുണ്ട്? ആ സർക്യൂട്ടിലൊരു വോൾട്ടേജ് പോകുന്നുണ്ട്. അപ്പോൾ അതുവഴി ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് ആ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിമോട്ട് വർക്ക് ചെയ്യും. ഈ കൺസെപ്റ്റ് നോക്കിയാലോ, കറണ്ട് ബാറ്ററിയുടെ പോസിറ്റീവ് കയറുന്നു. സോ +3. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കറണ്ട് ബാറ്ററിയിൽ എവിടെയാണ് കയറുന്നത്? -3 കയറുന്നത്, നെഗറ്റീവ് ടെർമിനലിലല്ലേ കയറുന്നത്. സോ +-3. അപ്പോൾ കൂട്ടിയാൽ എന്ത് വരും? 0 വരും. അപ്പം നമ്മുടെ ഈ ബാറ്ററി ആ റിമോട്ടിൽ ഈ ഒരു പാറ്റേണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ബാറ്ററിയിൽ വോൾട്ടേജ് കാണത്തില്ല. ഞാൻ പറഞ്ഞു വോൾട്ടേജ് ഇല്ല എങ്കിൽ കറണ്ട് കാണത്തില്ല. ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ടിൻ്റെ കേസിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. അല്ലാത്ത കേസിൽ വോൾട്ടേജ് ഇല്ലെങ്കിൽ കറണ്ട് ഇല്ല. എന്തുകൊണ്ട്? വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് പ്രൊവൈഡറാണ്. അതായത് ഇലക്ട്രോൺസിന് ഒരു ഡയറക്റ്റ് എന്താ പറയുക, ഒരു ഡയറക്ഷൻ കാണിക്കുന്ന ഒരു ജോലിയാണ് ആർക്ക്? നമ്മുടെ ഫോഴ്സ്, അതായത് ഇവിടുത്തെ വോൾട്ടേജിന് ഉള്ളത്. സോ വോൾട്ടേജ് ഇല്ല എങ്കിൽ കറണ്ട് ഇല്ല. സോ ഇവിടെ വോൾട്ടേജ് ഇല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ എന്ത് പോകത്തില്ല? കറണ്ട് പോകത്തില്ല. അതുകൊണ്ട് ആ റിമോട്ട് വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾക്ക് റിയൽ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടിൽ TV റിമോട്ട് എടുത്തിട്ട് ബാറ്ററീസ് സെയിം ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി വർക്ക് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ റിമോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. അതായത് ആ സർക്യൂട്ടിൻ്റെ പാറ്റേൺ ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് എത്ര? 0. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് എത്ര? സം ഓഫ് ദ ബാറ്ററീസ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ +2 പഠിച്ച സമയത്ത് ബാറ്ററിയുടെ സിമ്പൽ എന്തെന്ന് പഠിച്ചു? ഒരു പോസിറ്റീവ് എൻഡ് ഉണ്ട്, നെഗറ്റീവ് എൻഡ് ഉണ്ട്, വേറൊരു പോസിറ്റീവ് എൻഡ് ഉണ്ട്, നെഗറ്റീവ് എൻഡ് ഉണ്ട്. സോ ഓപ്പോസിറ്റ് പൊളാരിറ്റീസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, ബാറ്ററിയുടെ ഓപ്പോസിറ്റ് പൊളാരിറ്റീസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ
സം ഓഫ് വോൾട്ടേജസ്. ഓർത്തിരിക്കുക, എന്താണ്, ഒരു ബാറ്ററിയുടെ ഓപ്പോസിറ്റ് പൊളാരിറ്റീസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്, സം ഓഫ് വോൾട്ടേജ്. ഇല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾ എന്താണ് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മാത്സ് തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഇതൊരു 4 വോൾട്ട്, ഇതൊരു 5 വോൾട്ട്. സോ നമ്മൾ എങ്ങനെ കൂട്ടും? +4 + 5. സോ 4 + 5 = 9. നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക, കൊച്ചു ക്ലാസ്സിലൊക്കെ നമ്മൾ മാത്സ് പഠിച്ച പോലെ ആ കൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. എന്താണ്, +4 + 5 = 4 + 5 9. അടുത്തത് ഒരു ബാറ്ററി, ഇത് മറ്റൊരു ബാറ്ററി. സോ പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഞാൻ 4 എന്ന് കൊടുക്കാം, ഇവിടെ 3 എന്ന് കൊടുക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? സെയിം പൊളാരിറ്റീസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് V1 - V2. എന്താണ് ഡിഫറൻസ് ഇൻ വോൾട്ടേജ് V1 - V2. സോ ഇതെങ്ങനെ മാത്സ് വെച്ച് കണക്ട് ചെയ്യാം? +4 - 3. അപ്പം 4 - 3 = 1. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കേസ്, കറണ്ട് എപ്പോഴും എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ആർക്കാണോ ഹയർ പൊട്ടൻഷ്യൽ ആ ഡയറക്ഷനിലേ ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആർക്കാണ് ഹയർ പൊട്ടൻഷ്യൽ? 4-നാണോ 3-ക്കാണോ? 4-നല്ലേ. സോ കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് 4. അപ്പോൾ 4-ന്റെ ഡയറക്ഷനിൽ നിന്ന് എന്ത് ചെയ്യത്തുള്ളൂ? കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. കാരണം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ പൊട്ടൻഷ്യൽ, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ പൊട്ടൻഷ്യൽ. സോ 4-ൽ നിന്ന് 3-ലോട്ടായിരിക്കും ഫ്ലോ. അതേസമയം ഇവിടെ നോക്കാം, ഇത് 12 എന്ന് കൊടുക്കാം, ഇത് 20 എന്ന് കൊടുക്കാം. ആരാണ് ഹയസ്റ്റ്? 20 അല്ലേ ഹയസ്റ്റ്. സോ 20 നിന്ന് 12-ലോട്ടായിരിക്കും ഫ്ലോ വരുന്നത്. സോ ഇവിടുന്ന് മനസ്സിലാക്കാനുള്ള കാര്യം എന്താണ്? ഡിഫറെൻറ്റ് പൊളാരിറ്റീസ് തമ്മിൽ നമ്മൾ ബാറ്ററീസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് ദ വോൾട്ടേജസ് സെയിം പൊളാരിറ്റീസ്, അതായത് മൈനസോ പ്ലസ്സോ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ. പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ബേസിക് മാത്സ് തന്നെ അപ്ലൈ ചെയ്താൽ മതി. എന്താണ്? +4 + 5 = 9. +4 - 3 = 1. സോ ഇതെന്തിനാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ KCL പഠിക്കുന്ന സമയത്ത് ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്താലേ നോഡൽ അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക, നോഡൽ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. സോ നമ്മൾ പഠിച്ച ഈ കൺസെപ്റ്റ്, അതായത് KCLൻ്റെ കൺസെപ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാം. സോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തെടുക്കണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. ഇതൊരു 100 വോൾട്ട് സോഴ്സാണ്. 100 വോൾട്ട് ബാറ്ററിയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു 10 ohm 20 ohm പാരലായിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പാരലൽ സർക്യൂട്ടിനെ എങ്ങനെ തിരിച്ചറിയും. അതായത് 2 പേരുടെ 2 ends അത് കോമൺ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരലൽ എന്ന് പറയുന്നത്. സോ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ 100 വോൾട്ടിന് എന്താണ് കോമൺ? സോ ഈ 3 പേരും പാരലലാണ്. സോ നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? ഇവിടെ ഒരു നോഡുണ്ട് അല്ലേ, ബ്രാഞ്ചസ് കണക്ട് ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു കറണ്ട് ഇവിടെ നിന്ന് ബാറ്ററിയിൽ നിന്ന് ഫ്ലോ ചെയ്യുമ്പോൾ അത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. ഇതിന് നമുക്ക് I1 എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് I2 എന്ന് കൊടുക്കാം, ഇതിന് I എന്ന് കൊടുക്കാം. പക്ഷെ നമുക്ക് I കണ്ടുപിടിക്കണം. സോ I കണ്ടുപിടിക്കണം, I1 കണ്ടുപിടിക്കണം, I2 കണ്ടുപിടിക്കണം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് പാരലലാണ്. പാരലലാണെങ്കിൽ ഞാൻ സീരീസ് ആൻഡ് പാരലൽ റെസിസ്റ്റൻസ് പഠിപ്പിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പേര് പാരലലാണെങ്കിൽ അവർ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? 2 പേര്, if 2 resistors are parallel, then the equivalent resistance is given by product by sum. അതായത് 2 പേര് പാരലൽ ആണെങ്കിൽ അവരെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് ബൈ സം. അതായത് പ്രോഡക്റ്റ് എത്രയാണ്? 20 × 10 ബൈ സം എത്ര? 20 + 10, അതായത് 30. ആൻസർ എത്ര? 20/3, ഏതാണ്ട് 6.66 വരും. 6.66 ohm. സോ ഈ സർക്യൂട്ട് എങ്ങനെ മാറും? 100 വോൾട്ട് ബാറ്ററി 6.66 വോൾട്ട്, അതായത് ഞാൻ തൽക്കാലം അതിനെ 20/3 എന്ന് എഴുതാം. സോറി, 6.66 ohm, 20/3 ohm. ഇത് വന്നിട്ട് 100 വോൾട്ട്. സോ കറണ്ട് എത്ര വരും? കറണ്ട് I = എത്ര വരും? കറണ്ട് I = 100/20/3 അല്ലേ, V/R എന്നാണ്. അപ്പോൾ 100/20/3 ഇത് മാറ്റി എഴുതുമ്പോൾ 100 × 3/20. വാട്ട് ഈസ് 100/20? 5. 5 × 3 എത്ര? 15. സോ 15 ആംപിയർ ആണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ. സോ ഞാൻ എന്ത് ചെയ്തു? പാരലലായിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ ഒറ്റ റെസിസ്റ്റൻസ് ആക്കി. സോ R = 6.66, അതായത് 20/3. സോ ഒറ്റ സർക്യൂട്ടായി മാറി. ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസ്, ഒരു വോൾട്ടേജ് സോഴ്സ്, അപ്പോൾ അതിലൊരു കറണ്ട് ഫ്ലോ ചെയ്യും.
സോ കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 100/20/3, അപ്പോൾ 3 മുകളിലോട്ട് പോകും. സോ 100 × 3/20, 100/20 എത്ര? 5. 5 × 3 എത്ര? 15 ആംപിയർ ആണ് നമ്മുടെ ആൻസർ. ഇത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? I1 ഉം I2 ഉം കണ്ടുപിടിക്കണം. സോ നമുക്ക് I1 I2 കണ്ടുപിടിക്കാം. സോ I1 എങ്ങനെ കണ്ടുപിടിക്കാം? സോ നമുക്കിവിടെ ഒരു പാരലൽ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു പാരലൽ റെസിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പാരലൽ റെസിസ്റ്റൻസ് ആണ് കറണ്ട് വിൽ ഡിവൈഡ് ബട്ട് ദ വോൾട്ടേജ് വിൽ നോട്ട് ഡിവൈഡ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം. പിന്നെ പാരലൽ റെസിസ്റ്റൻസ് ദ കറണ്ട് വിൽ ഡിവൈഡ് ബട്ട് ദ വോൾട്ടേജ് വിൽ നോട്ട് ഡിവൈഡ്. അതായത് കറണ്ട് ഡിവൈഡ് ചെയ്യും. I എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? I1 + I2. I is equal to I1 + I2. പക്ഷേ ഇവിടെ വോൾട്ടേജ് എന്ത് ചെയ്യത്തില്ല? ഡിവൈഡ് ചെയ്യത്തില്ല. കാരണം വോൾട്ടേജ് 100 വോൾട്ട് എന്ന് പറയുന്നത് 10 ഓമിനും പാരലലാണ്, 20 ഓമിനും പാരലലാണ്. സോ എത്ര വരും? 10ന് അക്രോസുള്ള വോൾട്ടേജ് 100, 20ക്ക് അക്രോസുള്ള വോൾട്ടേജും 100. സോ I1 എങ്ങനെ കണ്ടുപിടിക്കാം? I1 is equal to V/R. കാര്യം I is equal to V/R ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. I1 is equal to എന്തുകൊണ്ട് ഞാൻ V എന്ന് എഴുതി? കാര്യം എന്താണ്? 100 വോൾട്ട് 10നും സെയിം ആണ്, 20ക്ക് സെയിം ആണ്. സോ 100/, ആറിൻ്റെ സ്ഥാനത്ത് R1 എന്ന് കൊടുക്കുക. സോ 100/10 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 10 ആംപിയർ. I2 എത്ര? I2 ഈസ് ഈക്വൽ ടു അതും V/R2 എന്ന് കൊടുക്കുക. V/R2 എത്ര വരും? V എത്ര? 100. R2 എത്ര? 20. വാട്ട് ഈസ് 100/20? 5 ആംപിയർ. ഇനി ചെയ്ത കണക്ക് ശരിയാണെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? I1 I2ന് വാല്യൂ ഇട്ട് നോക്കുക. 10 + 5 ഈസ് ഈക്വൽ ടു 15. I ഈസ് ഈക്വൽ ടു 15 എന്നല്ലേ നമുക്ക് കിട്ടിയത്. സോ കിർഷോഫ്സ് കറണ്ട് ലോ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണുണ്ട്. സോ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്തത്? ഒന്ന്, മെയിൻ കറണ്ട് I കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഇക്വലൻ്റ് എടുത്തു. എന്താണ്? പ്രോഡക്റ്റ് ബൈ സം 10 × 20/10 + 20. അതുപയോഗിച്ച് നമ്മൾ V/R കൺസെപ്റ്റിൽ I കണ്ടുപിടിച്ചു. V/R ഈസ് ഈക്വൽ ടു 100/20/3. അപ്പോൾ 3 മോളിൽ പോകും. 100 × 3/20 വിച്ച് ഈസ് ഈക്വൽ ടു 15 ആംപിയർ. എന്നിട്ട് ഇൻഡിവിജ്വൽ കറണ്ട്സ് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് എങ്ങനെ? I1 ഇവിടെ പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് വോൾട്ടേജ് റിമെയിൻസ് ദ സെയിം. V/R1 വിച്ച് ഈസ് ഈക്വൽ ടു 100/10, 10 ആംപിയർ. I2 V/R2 എത്ര? 100/20, 5 ആംപിയർ. ഇതിൽ നിന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 20 ഓം എന്ന് പറയുന്നത് ഇവിടുത്തെ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. പക്ഷെ കിട്ടിയ കറണ്ട് എത്രയാണ്? 5 ആംപിയർ. 10 ഓം എന്ന് പറയുന്നത് ലോവസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. കിട്ടിയതാണെങ്കിലോ 10 ആംപിയർ. സോ അതിൻ്റെ മീനിങ് എന്താണ്? സർക്യൂട്ടിൽ ആരാണോ ഹയസ്റ്റ് റെസിസ്റ്റൻസ് അയാൾക്കായിരിക്കും ലോവസ്റ്റ് കറണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് സർക്യൂട്ടിൽ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ആരാണോ ഹി വിൽ ഗെറ്റ് ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് കറണ്ട്. അപ്പോൾ ഇവിടുത്തെ ലോവസ്റ്റ് വാല്യൂ ഓഫ് കറണ്ട് എത്ര? 5 ആംപിയർ. അപ്പോൾ അതാർക്ക് കിട്ടും? 20ക്ക് കിട്ടും. ഹയസ്റ്റ് കറണ്ട് എത്ര? 10. അതാർക്ക് കിട്ടും? ലോവസ്റ്റ് റെസിസ്റ്റൻസ്. അതായത് ഇവിടുത്തെ 10 ഓം ആണ് ഇവിടുത്തെ ലോവസ്റ്റ് റെസിസ്റ്റൻസ്, അയാൾക്ക് കിട്ടും. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I is equal to V/R. എന്താണ് I is equal to V/R? നോക്കിയേ, വോൾട്ടേജ് റിമെയിൻസ് ദ സെയിം. എന്തുകൊണ്ട്? പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട്. സോ I is inversely proportional to R. ശരിയാണെന്ന് നോക്കുക. വോൾട്ടേജ് സെയിം ആണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. സോ I എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. സോ I കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. തിരിച്ചു പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ I കുറയും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ I കുറയും, റെസിസ്റ്റൻസ് കുറയുമ്പോൾ I കൂടും. സോ ഈ കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അത് മാത്രമല്ല ഒരു കാര്യം കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. 10 ഓം 20 ഓം കിട്ടിയ ആൻസർ എത്ര? 6.66 ഓം. സോ ഒരു പാരലൽ റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്താണ്? ദ ആൻസർ വിൽ ബി ലെസ് ദാൻ ദ ലോവസ്റ്റ് വാല്യൂ. അതായത് പാരലൽ സർക്യൂട്ടിലെ ലോവസ്റ്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനെക്കാട്ടിലും ലെസ് ആയിരിക്കും ആരുടെ വാല്യൂ? R ഇക്വലൻറ്റിൻ്റെ വാല്യൂ. ഒന്നാമത്തെ കൺസെപ്റ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റ്, റെസിസ്റ്റൻസ് ആരാണോ കൂടുതൽ അയാൾക്ക് ലോവസ്റ്റ് കറണ്ട് ആയിരിക്കും കിട്ടുന്നത്. റെസിസ്റ്റൻസ് ആർക്കാണോ കുറവ് അയാൾക്ക് ഹയസ്റ്റ് കറണ്ട് ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് ഇതേ കണക്ക് തന്നെ മറ്റൊരു മെത്തേഡിലും ചെയ്യാം. അതാണ് കറണ്ട് ഡിവിഷൻ റൂൾ. നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ കാണാം കറണ്ട് ഡിവിഷൻ റൂൾ. അതായത് എന്താണ് കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരലൽ സർക്യൂട്ടിലാണ് കറണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, സീരീസ് സർക്യൂട്ടിൽ കറണ്ട് ഡിവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ സീരീസ് സർക്യൂട്ടിൽ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യും, അവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ. പാരലൽ സർക്യൂട്ടിൽ കറണ്ട് ഡിവൈഡ് ചെയ്യും, സോ കറണ്ട് ഡിവിഷൻ റൂൾ. അപ്പോൾ എന്താണ് ഒന്നുകൂടെ പറയാം? സീരീസ് സർക്യൂട്ട് ഹൈഫൺ വോൾട്ടേജ് ഡിവൈഡ്സ് ഹൈഫൺ വോൾട്ടേജ് ഡിവൈഡർ റൂൾ. പാരലൽ സർക്യൂട്ട് ഹൈഫൺ കറണ്ട് ഡിവൈഡ്സ് ഹൈഫൺ കറണ്ട് ഡിവിഷൻ റൂൾ.
ഇത് വെച്ച് പറഞ്ഞുതരാം. അതായത് ഇവിടെ കറണ്ട് എന്താണ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് I1 I2. സോ പാരലൽ സർക്യൂട്ടിൽ കറണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ കറണ്ട് ഡിവൈഡ് ചെയ്ത കറണ്ട് ഡിവൈഡർ റൂൾ. സീരീസ് സർക്യൂട്ടിൽ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യും. സോ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത വോൾട്ടേജ് ഡിവൈഡർ റൂൾ. സോ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത് വോൾട്ടേജ് ഡിവൈഡർ റൂൾ അല്ല, കറണ്ട് ഡിവൈഡർ റൂൾ. കാരണം പാരലൽ സർക്യൂട്ടാണ്. സോ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്ന് ഞാൻ ഇപ്പോൾ എഴുതാം. എന്താണ്? വോൾട്ടേജ് ഓഫ് ദാറ്റ് റെസിസ്റ്റൻസ്. നമുക്ക് വേണ്ട റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് മെയിൻ സോഴ്സ് ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. എന്താണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞത്? വോൾട്ടേജ് ഓഫ് ദാറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മെയിൻ സോഴ്സ്, അതായത് ടോട്ടൽ വോൾട്ടേജ് എത്ര ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അതായത് ഏത് റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ് ആണോ വേണ്ടത് അത് കണ്ടുപിടിക്കാൻ മെയിൻ സോഴ്സ് വോൾട്ടേജിന് ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്യുക. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടത്തെ കേസിൽ ഏത് റെസിസ്റ്ററിൻ്റെ കറണ്ടാണോ വേണ്ടത്, അത് കണ്ടുപിടിക്കാൻ ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. എന്താണ്? ഏത് റെസിസ്റ്റൻസിൻ്റെ കറണ്ടാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അതർ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അതായത് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 20 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യണ കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മെയിൻ സോഴ്സ് കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ്. അതായത് 20 ഓമിൻ്റെ കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ 10 ഓം ബൈ ടോട്ടൽ എടുക്കണം. ഇപ്പോൾ 10 ഓമിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ 20 ഓം ബൈ ടോട്ടൽ എടുക്കണം. സോ അത് വെച്ച് ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മൾ നേരത്തെ ഓൾറെഡി എന്താണ് ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ച് എത്രയാണ്? I = 15 ആംപിയർ. സോ അത് നമുക്ക് അറിയാമെങ്കിൽ I10 ഓം എങ്ങനെ കണ്ടുപിടിക്കാം? I10 ഓം = മെയിൻ സോഴ്സ് 15 ഇൻറ്റു അതർ റെസിസ്റ്റൻസ്. അതായത് 10 ഓമിൻ്റെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 10 ഓം എടുക്കരുത്, അതിൻ്റെ അതർ എത്രയാണ്? 10ൻ്റെ അതർ എത്രയാണ്? 20 ബൈ ടോട്ടൽ എത്ര? 10 + 20 30. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ 20/2 = 10. നമ്മൾ കണ്ടുപിടിച്ചതും 10 ആംപിയർ അല്ലേ? അതായത് കറണ്ട് അക്രോസ് 10 ഓം എന്ന് പറയുന്നത് 10 ആംപിയർ ആണെന്ന് നമ്മൾ അവിടെ കണ്ടുപിടിച്ചു. ഇത് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് കറണ്ട് അക്രോസ് 20 ഓം. 20 ഓമിന് അക്രോസുള്ള കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 20 ഓമിന് അക്രോസുള്ള കറണ്ട് എന്ന് പറയുന്നത് മെയിൻ കറണ്ട് അത് എത്ര? 15 ഇൻറ്റു അതർ 20. ഇവിടെ കറണ്ട് ഡിവിഷൻ റൂളാണ്. അപ്പം നമ്മൾ 20 ഓമിന് അക്രോസുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ 20 എടുക്കരുത്, അതിൻ്റെ അതർ എടുക്കണം. അതിൻ്റെ അതർ എത്രയാണ്? 20യുടെ അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ബൈ ടോട്ടൽ 10 + 20 30. അപ്പോൾ 10/15/30 1/2. ഇപ്പോൾ 10/2 = 5 ആംപിയർ. ഇതല്ലേ നമുക്ക് അവിടെയും കിട്ടിയത്. സോ എന്താണ് കറണ്ട് ഡിവിഷൻ റൂൾ? കറണ്ട് ഡിവിഷൻ റൂൾ പറയുന്നത് ഏത് റെസിസ്റ്റൻസിൻ്റെ കറണ്ടാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് റെസിസ്റ്റൻസ് കറണ്ട് = മെയിൻ കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ്. അതായത് നമ്മൾ ഏത് റെസിസ്റ്റൻസിൻ്റെ കറണ്ടാണോ കണ്ടുപിടിക്കേണ്ടത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസിസ്റ്റർ, അതാണ് 20 ആണ് നമുക്ക് വേണ്ട റെസിസ്റ്റൻസ് എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഏതാണ്? അതർ റെസിസ്റ്റൻസ് 10. അപ്പോൾ 10 ബൈ ടോട്ടൽ. സോ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പഠിച്ചു. വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആണെങ്കിൽ ദാറ്റ് റെസിസ്റ്റൻസ് ആണെങ്കിൽ ആ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ എന്ന് എടുത്താൽ മതി. അതായത് ഇപ്പോൾ 10 ഓമിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ 10 ബൈ ടോട്ടൽ എന്ന് എടുത്താൽ മതി. ആ റെസിസ്റ്റൻസ് തന്നെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ കറണ്ട് ഡിവിഷൻ ആണെങ്കിലോ ഏത് റെസിസ്റ്റൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതിൻ്റെ പാരലൽ നെറ്റ്വർക്കിൽ അടുത്ത റെസിസ്റ്റൻസ്. ഇപ്പോൾ 20 എന്ന് പറഞ്ഞ പാരലൽ നെറ്റ്വർക്കാണ്. അതിന് അടുത്ത റെസിസ്റ്റൻസ് ആരാണ്? 10 ആണ്. 10 എടുക്കാവൂ, 20 എടുക്കരുത്. സോ ഒന്നുകൂടെ പറയാം, വോൾട്ടേജ് ഡിവിഷൻ റൂളിൽ ദാറ്റ് റെസിസ്റ്റൻസ്, അതായത് ഇപ്പോൾ വോൾട്ടേജ് ഡിവിഷൻ റൂളിൽ 20 ഓമിന് അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ദാറ്റ് റെസിസ്റ്റൻസ് 20 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എടുത്താൽ മതി. പക്ഷേ കറണ്ട് ഡിവിഷൻ റൂൾ ആണെങ്കിലോ 20 ഓമിന് അക്രോസുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സോഴ്സ് ഇൻറ്റു അതർ റെസിസ്റ്റൻസ് 20 എടുക്കരുത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾ അതാരാണ്? ആ പാരലൽ നെറ്റ്വർക്കിൽ 20ക്ക് അടുത്തിരിക്കുന്ന ആളാരാണ്? 10 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഇങ്ങനെ എടുക്കാവും. ഇതാണ് കറണ്ട് ഡിവിഷൻ റൂൾ. സോ ഈ ബേസ് കവർ ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അങ്ങോട്ടുള്ള വീഡിയോസിലോട്ട് പോകാവൂ. ഈ ബേസ് കവർ ചെയ്തെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നോഡൽ അനാലിസിസ് ആണ്. നോഡൽ അനാലിസിസ് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ കറണ്ട് ഡിവിഷൻ റൂളും ബാറ്ററിയുടെ ആ ഒരു കൺസെപ്റ്റും
പിന്നെ KCL കൺസെപ്റ്റ് ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. സോ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നോഡൽ അനാലിസിസിൻ്റെ കണക്കുകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.